ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്ന് തമ്മിലെല്ലാം കണ്ട പോലെ തന്നെ നമ്മുടെ ബോസിനെ ഫുൾ ബ്ലാക്ക് ഒക്കെ അടിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് അവനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ഈ പെട്രോൾ പമ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പുള്ളിക്കാരൻ ഇങ്ങോട്ട് എത്തിക്കിട്ടണ്ടേ അതിനു വേണ്ടി. അപ്പോൾ എന്തായാലും വന്നുകൊണ്ടിരിക്കുവാണ്. നമ്മളിപ്പോൾ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഇവിടെ അടുത്തെത്തിയെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ബസ് പിടിച്ചാണ് വന്നത്, ഒരു KSRTC ബസ് പിടിച്ചാണ് വന്നത്. 30 രൂപയായി. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരെ വന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ. എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇനി അവൻ വന്നിട്ട് കാണാം നമുക്ക്. എന്തായാലും വരട്ടെ. നമ്മൾ ഈ ഒരു പെട്രോൾ പമ്പിലൊക്കെ ലൊക്കേഷനൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് അവസാനം അവൻ വന്നിട്ടുണ്ടോ. അവൻ്റെ മാസ് എൻട്രിയാണ്. കിണ്ണൻ ലുക്ക്. എൻ്റെ അളിയ, നമ്മളെന്തായാലും ഒരു വട്ടം കണ്ടതാണ്. നമ്മൾ അവിടെ പോയി രണ്ടാമത്തെ പ്രാവശ്യം അവിടെ നിന്ന് പോയായിരുന്നു. ഓക്കെ, അപ്പോൾ കിഡിലൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ. അതെ, ഫ്രണ്ടിൽ ബോർഡറൊക്കെ കൊടുത്തേക്കുന്നുണ്ട് നമ്മുടെ റെഡ് കളറിൽ, നമ്മുടെ ആ ഗ്രില്ലേലും ഒക്കെ. സെറ്റ് സാധനം. ആ ഡോറൊന്ന് തുറന്നേ. ഓക്കെ, നമ്മുടെ ഡോറൊക്കെ ഒന്ന് തുറക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ പുള്ളി തുറന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്തൊക്കെ കയറി എല്ലാം ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി കൊണ്ടുവന്ന ആ ഒരു പുള്ളിയാണെങ്കിൽ അങ്ങ് പോയിട്ടുണ്ട്. ആ പുള്ളിയാണെങ്കിൽ ബസ് പിടിച്ച് അങ്ങ് പോയിട്ടുണ്ട്, അവിടുത്തെ ആ വർക്കർ. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇത് വള തിളങ്ങുവാണ്. ഇതേ കണ്ടില്ല, കണ്ടില്ല. അപ്പുറത്തെ മരമൊക്കെ കാണാൻ പറ്റും. കിണ്ണൻ ലുക്ക്, സീൻ സാധനം. ഓക്കെ, ഹീസ് പവർഫുൾ ദാൻ ഗണ്ണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കൊള്ളാം എന്തായാലും. ഓക്കെ, പൊളി. എന്തായാലും ഇനി ട്രിപ്പിനൊക്കെ പോയാൽ മതി. പൊളി, അടിപൊളി കറുത്ത കളർ നമ്മുടെ ഫുൾ ബ്ലാക്ക് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് റെഡും ബ്ലാക്കും ആണ് ഒരു കോംബോ. അതിനു വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെഡൊക്കെ കൊടുത്തത്. ഓക്കെ, നമ്മുടെ ആ ടെയിൽ ലാമ്പൊക്കെ കാണുമ്പോൾ കിഡിലുമായിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ നെയിമൊക്കെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ആ ബാക്കിലെ കർട്ടൻ ഫുള്ള് റെഡാണ് ഇട്ടേക്കുന്നത്. എല്ലായിടത്തെയും റെഡാണ്. നമ്മുടെ ആ ടെയിൽ ലാമ്പൊക്കെ ഇങ്ങനെ ആ ഒരു ബ്ലാക്ക് കളർ വണ്ടിയിൽ റെഡ് കളർ ടെയിൽ ലാമ്പ്. പൊളി. പിന്നെ വൈറ്റ് കളർ നമ്മുടെ റിവേഴ്സ് ലൈറ്റും അതൊക്കെ പൊളിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. എന്തായാലും ഇവിടുന്ന് നമുക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. എന്തായാലും കുറച്ച് ഗ്രീസൊക്കെ ഇട്ട് നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് കംഫർട്ടൊക്കെ ഉണ്ടോ എന്ന് നോക്കാം, ഓടിച്ച് നോക്കിയിട്ടേ അതങ്ങ് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് അധികം താമസിക്കാതെ വണ്ടിക്കകത്ത് കയറാം. നമ്മുടെ സെറ്റ് വർക്കൊന്നും മാറ്റിയിട്ടില്ല, അത് നിങ്ങൾ കണ്ടത് തന്നെയാണ്. നമ്മുടെ പഴയ സെറ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അതിന് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. നമ്മൾ കുറേ പൈസ പൊട്ടിച്ച് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും അങ്ങ് മാറ്റിയിട്ടില്ല. എന്തായാലും ഉള്ളതുപോലെ കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെറ്റ് വർക്കൊന്നും തൊട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ എന്തായാലും കണ്ടില്ല, ക്യാബിനൊക്കെ പഴയ ആ ഒരു വൈബ്, ആ ഒരു ക്യാബിൻ തന്നെയാണ്. ഒക്കെ എക്സ്ട്രാ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പോഴത്തെ സെഡസ്ത്രയിലൊക്കെ പോലെ നമ്മുടെ ഈ കുഷ്യനും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ഡാഷ്ബോർഡിൽ ഇങ്ങനെ കൊടുക്കത്തില്ല കുറേ സംഭവം, അതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം ഒരു പഴയ വണ്ടിയല്ലേ അതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി എടുത്താൽ. ഓക്കെ, നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ സ്റ്റിയറിങ്ങിന്. അപ്പോൾ നമ്മൾ കുറേ നാൾക്കൊക്കെ ശേഷം ഇട്ടതാണ്. നമ്മുടെ ഗ്രീസും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് സ്മൂത്താക്കി ഇടിലമാക്കി എടുത്ത്. ഇപ്പം നല്ല സ്മൂത്തുണ്ട് നമ്മുടെ വണ്ടി. നല്ല കയറ്റവും ഇറക്കമൊക്കെ അടിപൊളിയായിട്ട് വളഞ്ഞ് പോകായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളൊരു ട്രിപ്പൊക്കെ എടുക്കണം, ഒരു മൗണ്ടെയിൻ ഏരിയയിലോട്ടൊക്കെ, എന്നാലേ അറിയത്തുള്ളൂ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, എന്തായാലും റോഡിലേക്ക് അങ്ങ് ഇറക്കാം. ഓക്കെ, നമ്മുടെ LC എടുത്ത ടൊയോട്ട കമ്പനിയൊക്കെ ആ സൈഡിൽ കാണുന്നത് നമ്മുടെ ആ ഒരു ഷോറൂമാണത്. ഓക്കെ, എന്തായാലും ഇവിടെ നിർത്താം. സിഗ്നലൊക്കെ കത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഓക്കെ, കുറേ ദൂരം നമ്മളിങ്ങനെ വളച്ച് ഓടിച്ച് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഇങ്ങനെ വളവ് വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നല്ല രസമുണ്ട് ഇങ്ങനെ വളച്ചുകൊണ്ടിരിക്കാൻ. വളച്ച് എപ്പോഴും വളയ്ക്കാനായിട്ട് തോന്നുന്നു, നല്ല സ്മൂത്ത് ആയതുകൊണ്ടേ. പിന്നെ ഈ സ്റ്റിയറിങ് സ്മൂത്ത് ആയതുകൊണ്ട് നമുക്ക് നല്ല ഈ വളമൊക്കെ നമ്മൾ വെറും 2 വിരൽ കൊണ്ടാണ് വളച്ചത്. കുറച്ച് ബലം മാത്രം കൊടുത്താൽ മതി. ഇതിന് മുമ്പാണെങ്കിൽ നമ്മൾ പിടിച്ച് ഓടിച്ച് തിരിച്ചൊക്കെ എടുക്കണമായിരുന്നു. ഇപ്പോൾ വലിയ സീനില്ല. കണ്ടില്ല, നമ്മൾ ആ ഒരു വണ്ടിയെ എത്ര ഈസി ആയിട്ടാണ് നമ്മളൊന്ന് വെട്ടിച്ച് കയറിയേ. കീഴിലുമായിട്ട് ഓവർടേക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഗൈസ്, ഇവിടെ ഒരു അടിപൊളി ഒരു വളമൊക്കെ വരുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയതുകൊണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് വളച്ചൊക്കെ നോക്കാം. അതെ, ഇവിടെ ആയിട്ടൊരു നല്ല അടിപൊളി വളമൊക്കെ വരുന്നുണ്ട്. നമുക്കറിയാവുന്ന ഈ ഒരു റോഡാണിത്. അറിയാവുന്ന ഒരു വഴിയാണ്. കുറേ വട്ടം നമ്മൾ ഇതുവഴി പോയതാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മളങ്ങോട്ട് പോകുന്ന വഴിയിൽ ചെറിയൊരു വളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പണ്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞവർ, നമ്മുടെ ബസ്സിടുകാർ മലിയോ അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ ഒരു റൂട്ടിലായിരുന്നു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്, കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ്, ഇപ്പോഴല്ല, അതൊക്കെ അവരെടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഷെഡിലോട്ടോ നമ്മൾ ഓവർടേക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. നമ്മുടെ ഓർഡിനറി വന്ന് എല്ലാം നശിപ്പിച്ചു. ഓക്കെ, എന്തായാലും നമ്മൾ ജസ്റ്റ് മിസ്. നമ്മുടെ ബോസിൻ്റെ ഫ്രണ്ട് കൗളാണെങ്കിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലായേനെ. ഓക്കെ, ഒരു വർക്ക് കഴിഞ്ഞോട്ട് വരുന്ന വഴിയാണ്, ഒരു സ്ക്രാച്ച് പോലും ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ഇതേ കണ്ടില്ല, എന്താ നല്ല സ്മൂത്തായിട്ടാണ് വളച്ചെടുക്കാനായിട്ട്. സെറ്റ്. ഒരു ബസ് വന്ന് നമ്മളെ വട്ടം വെച്ച്, നമ്മൾ അങ്ങോട്ട് കയറാൻ ശ്രമിച്ചിട്ട് സമ്മതിച്ചില്ല. ഓക്കെ, ആ ലോറിക്കാരൻ എന്താണ് കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ലോറിക്കാരനത് ഇങ്ങനെ വെട്ടിച്ച് കളിക്കുവാണ്. ഇതേ ഇപ്പോൾ കണ്ടോണേ, കണ്ടില്ലേ, ഭയങ്കര സോക്കേടാണ്. ആർക്ക് ഇറങ്ങി വെച്ചൊരു ഒറ്റ അടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം മാറും. എനിക്ക് നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതിരിക്കാൻ നോക്കുവാന്ന്. എന്തായാലും നമ്മളെ ഓവർടേക്ക് ചെയ്തങ്ങ് കയറും അവനെ. ഓക്കെ, അവനെ അങ്ങ് ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. എന്തായാലും വലിയ സീനൊന്നും ഇല്ല. ഇനി ഇവനെയും കൂടെ സെറ്റ്. ഇപ്പോൾ ഫുള്ള് സീനും കഴിഞ്ഞിട്ടുണ്ട്. ഇവനെ നമ്മൾ പാസ് അടിച്ചൊരു സൈഡിലോട്ടാക്കി. എന്തായാലും കയറി അങ്ങ് പോകുന്നത് ഒരു അത്യാവശ്യം ചെറിയൊരു കയറ്റമാണ്. എന്തായാലും സൂപ്പറായിട്ട് കയറുന്നുണ്ട്. നമ്മൾ ആക്സിലേറ്റർ ജസ്റ്റ് ഒന്ന് ചവിട്ടി പിടിച്ചേക്കുവാണ്. ജസ്റ്റ് പെതുക്കെ വളരെ നൈസായിട്ടൊന്ന് ചവിട്ടി പിടിച്ചേക്കുവാണ്. കയറ്റമൊക്കെ അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. എന്താണ് ഫുള്ള് ഇതാണ് ഒരു സർവീസ് കഴിഞ്ഞൊരു ഫീലാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വളവ്. അത്യാവശ്യം ചെറിയൊരു വളവാണ്. നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡിൽ വന്ന് വളച്ചെടുക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ ബസ് നമ്മുടെ KSRTC ആണ്, നമ്മുടെ വോൾവോ, അവൻ നശിപ്പിച്ചു എല്ലാം. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് കേസ്, അതാണ്. എന്തായാലും നമുക്ക് ഈ ഒരു വളവ് നല്ല സ്മൂത്തായിട്ട് വളച്ച് കയറ്റാൻ പറ്റുമോ നോക്കാം. ഒന്നാമത് കയറ്റവും കൂടാണ്. ഓക്കെ, അപ്പോൾ ഈ കയറ്റം ഇത് ഇച്ചിരി വലിയ കയറ്റമാണ്. നമ്മൾ ഇച്ചിരി ആക്സിലേറ്റർ കൊടുക്കേണ്ട വന്നു. എന്നാലും നല്ല കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് സ്റ്റിയറിങ്ങും നമ്മുടെ ആക്സിലേറ്ററും എല്ലാം സപ്പോർട്ടായി വളയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വളവും നമ്മൾ വളരെ നൈസായി വളച്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഈ ഒരു വളവാണ് നോക്കേണ്ടത്. ഒരു ഒറ്റ വണ്ടി പോലും ഇല്ലാതെ നമുക്ക് ഭയങ്കര സ്പീഡിൽ വന്ന് വളച്ച് നോക്കാമായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യാനാ. ഓക്കെ ഗൈസ്, നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും നൈറ്റൊക്കെ ആവും. ഓക്കെ, അപ്പോൾ എന്തായാലും നൈറ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നൈറ്റൊക്കെ ആയിട്ടുണ്ട്, സെറ്റായിട്ട്. ഓക്കെ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. രാത്രി കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ AC ഒന്നും ഇടാതാണ് പോകുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ആ വളമൊക്കെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ വളച്ച് അങ്ങ് എടുത്തിട്ടുണ്ട്. കണ്ടോ, സ്മൂത്തായിട്ട് നമ്മൾ വളമൊക്കെ വളച്ചെടുത്തിട്ടുണ്ട്. ബ്രേക്ക് ആണെങ്കിലും എല്ലാം നല്ല സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഗ്യാരേജിലോട്ടാണ് കൊണ്ടുപോകുന്നത്, നമ്മൾ വീട്ടിലോട്ടൊന്നും കൊണ്ടുപോയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിയിലാണ് ഗ്യാരേജ്. അവിടെ ഇട്ടേക്കാം. ഇല്ലെങ്കിൽ ഇനി നാളെ വീട്ടിലിട്ടേക്കുവാണെങ്കിൽ തന്നെ നാളെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും ഗ്യാരേജിലോട്ട്. അത് നല്ല പണിയാണ്. ഇനി നാളെ എനിക്ക് കുറേ പരിപാടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് വരുമെന്ന് വെച്ചാൽ ഇച്ചിരി സീനല്ലേ. അപ്പോൾ എന്തായാലും വളച്ചൊടിച്ചങ്ങ് കയറ്റിയേക്കാം. നമ്മുടെ വണ്ടി ഒരു മാസ് എൻട്രി ആക്കാം. നമുക്ക് ക്യാമറ ആംഗിളൊക്കെ മാറ്റി കയറട്ടെ. ഓക്കെ, സീന്. അപ്പം നമ്മുടെ വണ്ടി ഫുൾ ബ്ലാക്ക്. നമ്മുടെ ബോസ് ഇങ്ങോട്ട് കയറി വരുവാണ്. ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബ്ലാക്ക് ബോയിയെ ഓർമ്മ വരുമോ, അതുകൊണ്ട് ഇവനെ ഞാൻ ഇടയ്ക്ക് അങ്ങനെയാണ് വിളിക്കുന്നത്, നമ്മുടെ ബ്ലാക്ക് ബോയ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒടിച്ച് തിരിച്ചങ്ങ് കയറ്റിയിടാവും. നമ്മുടെ പിക്സൽ നെയിം ബോർഡൊക്കെ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ കത്തി സെറ്റായി നിൽക്കുവാണ്. പൊട്ടെ. എന്തായാലും നമുക്ക് ഇപ്പം ഇവിടെ കയറ്റിയിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമുക്കപ്പോൾ നമ്മുടെ ഗ്യാരേജിലെ പിള്ളേരൊക്കെ വരുന്നുണ്ട്, നമ്മുടെ ഷെഡിലെ പിള്ളേരൊക്കെ വരുന്നുണ്ട് നമ്മുടെ വണ്ടികളൊക്കെ തുടച്ച് തൂത്തിടാൻ. അപ്പം എല്ലാ വണ്ടിയും ട്രിപ്പ് പോയേക്കുവാണ്. നമ്മുടെ 3-4 വണ്ടിയേ ഉള്ളൂ, അവന്മാർ മൊത്തം ട്രിപ്പ് പോയേക്കുവാണ്. സിനിസ്റ്ററും നമ്മുടെ മാസ്കി ബോയും എല്ലാവരും ട്രിപ്പ് പോയേക്കുവാണ്. അപ്പോൾ അവരൊക്കെ വരട്ടെ. ഇപ്പം വരും, നമ്മുടെ സിനിസ്റ്റർ ഇപ്പോൾ വരും, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വരും. അവന്മാർ വന്നിട്ട് ഇനിയും പൊടിയും കാര്യങ്ങളൊക്കെ തൂത്ത് അടുത്ത ട്രിപ്പിന് റെഡി ആവാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന എല്ലാ ലിങ്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അപ്പം നമ്മുടെ സെക്കൻഡ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഗെയിമിംഗ് ഡ്രൈവർ 3.0 എന്ന് സെർച്ച് ബാറിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും.
ഓക്കെ ഗൈസ്, നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് തംബ്നെയിലൊക്കെ ഇടാനാണ് പ്ലാൻ. നമ്മൾ ഇതിനു മുമ്പേ കുറേ ഫോട്ടോ എടുത്തു, അതിലേതെങ്കിലുമൊക്കെ ഒന്ന് തംബ്നെയിലൊക്കെ ആയിട്ട് ഇടും. ഓക്കെ, ഇത് കിഡിലൻ ലുക്കാണ്. ലൈറ്റൊക്കെ കണ്ടോ ഗൈസ്? നമ്മുടെ നൈറ്റ് ആയതുകൊണ്ടാണ് നല്ല രീതിയിൽ നൈറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ആ റെഡ് കളർ ലൈറ്റൊക്കെ നല്ലതായിട്ട് തിളങ്ങുന്നൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ ബൈ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ചിലപ്പം ബോസിൻ്റെ ട്രിപ്പൊക്കെ ആയിരിക്കും, അതുമെല്ലാം വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് ഫുള്ള് നമ്മുടെ അകത്തൊക്കെ നല്ല അടിപൊളി റെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ സെറ്റ്. ഇത് ബാക്കിലൊക്കെ നമ്മുടെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പം ബൈ ബൈ. ഓക്കെ.